ഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഈ വീഡിയോ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു വണ്ണത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് ഇതുപോലൊരു പാത്രമാണ്. കണ്ണുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മളുടെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ആ ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിനെ ഒരു 2 മണിക്കൂർ വെയിലത്തോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഈ മാങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കണക്കിന് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്ത് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മൂത്ത് വരുന്ന നേരത്ത് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്, ചതച്ചിട്ടൊന്നുമില്ല. അപ്പോൾ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് ചിക്കി കൊടുക്കണം. നമ്മളെ വെളുത്തുള്ളി ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 5 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 ഈത്തപ്പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്കിതുപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഒരു 1/2 കപ്പ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ മുളക് പൊടി ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ മാങ്ങയിൽ കുറച്ച് ചേർത്തതായിരുന്നു. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയൊന്ന് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ അരപ്പൊക്കെ നമ്മളെ മാങ്ങയിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല എരിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട.